അതിനിടയാൽ ഒരു പാവയും കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങിയതും പിറ്റേന്ന് രാവിലാകുമ്പോൾ ആ പാവ ഒരു സുന്ദരിയായ പെൺകുട്ടിയായി മാറുന്നു. അവൾ അവൻ്റെ ചെവിക്ക് പിടിച്ച് കറക്റ്റ് ടൈമിലായിരിക്കും ഉണർത്തിയത്. കണ്ണ് തുറക്കുമ്പോൾ ആ പെൺകുട്ടിയുടെ പെട്ടെന്നുള്ള രൂപം അവനെ ഭയപ്പെടുത്തി. പക്ഷേ അടുത്ത് ചെന്ന് നോക്കുമ്പോഴാണ് അത് തൻ്റെ പാവയാണെന്ന് അയാൾക്ക് മനസ്സിലായത്. അവൾ മനുഷ്യനായി മാറിയത് മാത്രമല്ല, അവൾക്ക് അവനോട് സംസാരിക്കാനും കഴിയും. പോരാത്തതിന് അവളെപ്പോലെ തന്നെ പാവയിൽ നിന്ന് മനുഷ്യരായ ഇരട്ട സഹോദരന്മാരും ഉണ്ടായിരുന്നു. പക്ഷെ അവൻ പ്രതീക്ഷിക്കാത്തതെന്തോ ഇന്നലെ രാത്രി സംഭവിച്ചെന്നുള്ളതാണ്. അപ്പോഴാണ് അവരൊരു സിസ്റ്റം ഉണർത്തുന്നത്. 12 ഒളിച്ചോട്ടക്കാരെ പിടികൂടാനായി സിസ്റ്റം അവനോട് പറഞ്ഞു. ടാസ്ക് പൂർത്തിയാക്കിയാൽ സിസ്റ്റം അവന് റിവാർഡ് നേടും. പരാജയപ്പെട്ടാൽ അവനൊരു സ്ഥിര പാവയായിട്ട് മാറും. അതും ഒരു വ്യക്തിയിൽ നിന്ന് ഒരു കിസ് ലഭിച്ചതിൽ മാത്രം. അപ്പോൾ 3 സെക്കൻഡ് നേരത്തേക്ക് സമയം ഫ്രീസ് ആവാനുള്ള ശക്തി സിസ്റ്റം അവന് നൽകി. എന്നിരുന്നാലും അപ്പോഴാണ് സിസ്റ്റം സമീപത്ത് പാവയുടെ സാന്നിധ്യം കണ്ടെത്തിയത്. അത് അവന് നഷ്ടപ്പെട്ട നേഴ്സ് പാവയായിരുന്നു. അവളെ പിടിക്കാനായി അയാൾ വേഗം ആശുപത്രിയുടെ മേൽക്കൂരയിൽ പോയി. എന്നാൽ അവൾ ദേഷ്യം കാണിക്കുമെന്ന് അയാൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. മുൻപയാൽ അബദ്ധത്തിൽ അവളെ നിലത്ത് വീഴ്ത്തിയതായിരുന്നു. അതിനാൽ അവൾ അവനെ 18ാം നിലയിൽ തന്നെ എറിഞ്ഞു വീഴ്ത്തുകയാണ്. ഈ നിർണായക നിമിഷത്തിൽ അവൻ തന്റെ സമയ ഫ്രീസ് കഴിവ് ഉപയോഗിച്ച് ഒരു പോറിൽ പോലും ഏൽക്കാതെ അവൻ രക്ഷയായി. പക്ഷേ ശ്വാസം എടുക്കുന്നതിന് തൊട്ടുമുന്നേ സിസ്റ്റം മറ്റൊരു പെൺകുട്ടിയുടെ ചിത്രം കാണിക്കുന്നു. അവൾ അപകടത്തിലാണെന്ന് അറിയിക്കുന്നു. അപ്പോഴേക്കും ഒരു കൂട്ടം ആൾക്കാർ അവളെ ബലമായി പിടിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. കറക്റ്റ് സമയത്തായിരിക്കും അവൻ അവിടെ എത്തി. സിസ്റ്റം നൽകിയ കഴിവ് പരീക്ഷിക്കാൻ പറ്റിയ അവസരമാണെന്ന് കരുതി അവരുമായി ഫൈറ്റ് നടത്തി. അവന് ഒരു നാശനഷ്ടം ഉണ്ടാക്കാതെ ഇരിക്കാനായിട്ട് സമയ ഫ്രീസ് യൂസ് ചെയ്ത് ഓരോ വ്യക്തിയും വായിലേക്ക് പറത്തി വിട്ടു. എന്നാൽ അവർ പേടിച്ചു പോയെങ്കിലും പോകുന്നതിന് മുന്നേ അവർ പ്രതികാരം ചെയ്യുമെന്ന് സത്യം പറഞ്ഞിട്ടായിരിക്കും പോവുക. അവളെ രക്ഷിച്ചതിനാൽ സിസ്റ്റം അവന് ടൈം ഫ്രീസ് കഴിവ് 5 സെക്കൻഡായിട്ട് ഉയർത്തുകയാണ്.